വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് പ്രോബബിളി ഇത് എൻ്റെ സെക്കൻഡ് ചാനൽ വഴിയായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് ചിലപ്പോൾ ഒരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ചാനൽ വഴി ഈ ഒരു വീഡിയോ ചെയ്യാതെ സെക്കൻഡ് ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. മിക്കവാറും ഞാൻ സെക്കൻഡ് ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കാര്യം പറയാം. എൻ്റെ സ്ഥിരം എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഈ സ്ട്രൈക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോഴത്തേക്ക് ഞാനത് സെക്കൻഡ് ചാനൽ വഴിയാണ് കൂടുതലും നിങ്ങളെ അറിയിക്കാറുള്ളത്. ഈ സ്ട്രൈക്കുകൾ മാത്രമല്ല, അതല്ലാത്ത വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും പ്രോബബിളി കൂടുതലും ഞാൻ ഫസ്റ്റ് ചാനലിലാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്കും ഈ ഒരു വീഡിയോ കഴിയുമ്പം സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അടിച്ച് കളയുകയാണെങ്കിൽ സെക്കൻഡ് ചാനൽ അങ്ങ് കളയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ, നമുക്കൊക്കെ നല്ല പണിയാണ് ഫസ്റ്റ് ചാനലിൽ പോകുന്നത്. കാരണം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാം ഇട്ട് ആൾക്കാർ, നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ആൾക്കാർ മാറുന്നത് വീഡിയോകളൊക്കെ കണ്ടിട്ട്. അപ്പം അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള തുടക്കക്കാരനാണ് ഞാൻ. 38,000 39,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ അത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ അത് പോകുന്നത് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്തെയും സബ്സ്ക്രൈബേഴ്സ് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ സങ്കടം വരും. കാരണം 800-802 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ അതും നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ആ ഒരു വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതും സങ്കടമാണ്. പക്ഷെ എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി മറ്റേത് പോകുമ്പോൾ കുറച്ച് കൂടുതൽ സങ്കടം വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൂടെ ഈ ഒരു സെക്കൻഡ് ചാനൽ വഴി മിക്കവാറും ഈ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. ആൻഡ് പ്രശ്നം വേറൊന്നുമല്ല, സ്ട്രൈക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനല് ഇപ്പൊ ഓടി നടന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രൈക്ക് കൊടുക്കാനുള്ള ഒരു കാരണം നിങ്ങൾക്കറിയാമായിരിക്കും. ഈ പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ റിയാക്ഷൻ വീഡിയോ എന്നെ പോലെ ചെയ്യുന്ന ആളുകളും ആ ഒരു വിഷയം എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയം സംസാരിച്ചത് കൊണ്ട് തന്നെ മഴവിൽ കേരളത്തില് ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. മഴവിൽ കേരളത്തിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഭാഗമായി വന്നിരുന്ന ഒരു സ്ത്രീ നമ്മുടെ പ്രവീണയും പ്രണവിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വോയിസ് ഒക്കെ ആ ഒരു ചാനൽ വഴി പുറത്തു വിട്ടു. എന്നാൽ ആ ഒരു സ്ത്രീ അത്ര നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്ത് എനിക്ക് തോന്നുന്നു ഈ ചാനലിനും നല്ല രീതിയിലുള്ള നെഗറ്റീവുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അത് കൂടുതലും ഈ റിയാക്ഷൻ വീഡിയോ ചാനൽസ് ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകൾ ഇവരുടെ ഈ ഉടായ്പകൾ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്കത് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവർക്കും ഓടി നടന്ന് ഇപ്പോൾ സ്ട്രൈക്ക് കൊടുക്കുകയാണ്. ചെയ്യുന്നത് വളരെ ചെറ്റത്തരം നിറഞ്ഞൊരു കാര്യമാണെന്ന് മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനൽ ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നപ്പോൾ അത് നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ചു. അതിന് നിങ്ങൾക്ക് ഇത്ര അങ്ങോട്ട് മറ്റേ മൂത്ത് കയറിയിട്ട് എല്ലാവർക്കും സ്ട്രൈക്ക് അടിക്കാൻ നടക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, കാരണം നമ്മുടെ ഭാഗത്തല്ല തെറ്റ്. ഞാനൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ടായിരിക്കും നമുക്കൊന്നും അടി തരാൻ നിങ്ങൾക്ക് പറ്റാത്തതും. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളുടെ ക്ലിപ്പൊന്നും എടുത്ത് ഞാൻ വെച്ചിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സിന് നിങ്ങൾ സ്ട്രൈക്ക് അടിച്ചു കൊടുത്തു, അവരെന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിനോടാണ്. നമ്മുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ്. നിങ്ങൾ ഒരു വ്യക്തിയെ, നിങ്ങളൊരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഒരു NGOയുടെ ബേസിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങളുടെ ചാനൽ വഴി നിങ്ങൾ അവരെ ഇരുത്തി അവരെ കൊണ്ട് പ്രവീണയും പ്രണവനെയും വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ പറ്റി ഒരു മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു. ഈ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾ ഇവളെന്ന് വിളിക്കുന്നില്ല, അവരെ ഇരുത്തി ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു കോള് നിങ്ങളുടെ ചാനൽ വഴി വിളിപ്പിച്ച് അതെടുത്ത് പുറത്ത് വിടത്തില്ലായിരുന്നു. പ്രവീണയും പ്രണവിനെ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ വിളിച്ച് ആ ഒരു വോയിസ് റെക്കോർഡൊക്കെ ചിലപ്പോൾ അവരുടെ സമ്മതത്തോടുകൂടി നിങ്ങൾ പുറത്തു വിട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. നിങ്ങൾ ആ കോള് പ്രണവും അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടു. അത് ആദ്യത്തെ തെറ്റ്. അത് കൂടാതെ ഇങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ടാണ് നിങ്ങൾ ആ കോള് ചെയ്യിപ്പിച്ചത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അവർക്കെതിരെ ഇപ്പോൾ ഒരുപാട് അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ കേസ്, സ്റ്റിൽ അവരുടെ പേരിൽ ഒരു കേസിന് അവർ ജാമ്യം എടുത്തിട്ടില്ല. നേരത്തെ ഒരു കേസിന്റെ പുറത്ത് ജാമ്യത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ കൊണ്ട് കോള് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്. ഞങ്ങൾ അതിന് എന്തു പിഴച്ചു? ഇല്ലെങ്കിൽ എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്തു പിഴച്ചു? നിങ്ങൾ ഈ പരിപാടി കാണിച്ചത് തുറന്ന് ജനങ്ങളോട് പറഞ്ഞതോ? അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ ഈ തെറ്റ് കാണുന്നത് നമുക്ക് വിളിച്ചു പറയാൻ പാടില്ല? പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കാൻ ഒരു കൂട്ടം ആളുകൾ വന്നപ്പോൾ അവരെ നിങ്ങൾ അടിച്ച് മറ്റേ ഇല്ലാതെയാക്കാനാണ് ശ്രമിച്ചത്. ജനങ്ങൾ ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എന്നെ പോലുള്ളവരെ തെറി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവർ തെറി പറയട്ടെ എന്ന് തന്നെ. എത്രയൊക്കെ തെറി പറഞ്ഞാലും ചില കാര്യങ്ങൾ റിയാക്ഷൻ ചാനൽസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സത്യാവസ്ഥകൾ ഒരു വിഷയത്തിന്റെ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മീഡിയാസിനെ നമ്മൾ തള്ളിക്കളയുകയോ ഒന്നുമല്ല. നിങ്ങളെക്കാട്ടിലും നല്ല ഓൺലൈൻ മീഡിയാസ് ഇവിടെ നാട്ടിലുണ്ട്. ഓക്കെ,
നിങ്ങൾ ചെയ്തത് മണ്ടത്തരം. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്ര അങ്ങോട്ട് പൊളിയേണ്ട കാര്യമില്ല. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റു പറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇട്ടാൽ മതി. അതിന് പകരം ഓടി നടന്ന് എല്ലാവർക്കും മറ്റേ സ്ട്രൈക്ക് അടിച്ചങ്ങ് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളാരും മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചോ നിങ്ങൾ? ഇതിപ്പം ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ട് ഈ ഒരു സ്ട്രൈക്കിനെ പറ്റി സംസാരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ വന്ന് പറയുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്നാലും ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ടൈപ്പ് ഓഫ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഞങ്ങൾ പറയുന്നത് മാത്രം ജനങ്ങൾ കേട്ടാൽ മതി, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റു പറ്റിയാൽ അത് ജനങ്ങളെ നിങ്ങൾ അറിയിക്കണ്ട എന്ന് പറഞ്ഞു വരുന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനൽ ഇവിടെ ആവശ്യമില്ല ചേട്ടാ. ഉള്ള കാര്യം പറയാലോ, ആവശ്യമില്ല. വൃത്തികേട് കാണിച്ചോ, പക്ഷെ വൃത്തികേട് കണ്ടിട്ട് ജനങ്ങൾ അത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അപ്പം മറ്റേ അടിച്ചിരുത്തി കളയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു നയം, അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പരിപാടിയാണ്. അത് തന്നെ ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നിങ്ങളോട് മാത്രമല്ല ഞങ്ങളെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളോട് വരെ പുച്ഛം വരും, നല്ല ആട്ടം കിട്ടും. നിങ്ങളുടെ മറ്റേ കഞ്ഞിയിൽ മണ്ണ് വാരി ഇട്ടെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കണ്ണിയിൽ നിങ്ങൾ മണ്ണ് വാരി ഇടാൻ നടക്കണ്ട. മനസ്സിലായില്ലേ? നിങ്ങളുടെ കണ്ണീരെന്ന് നിങ്ങളുടെ കഞ്ഞിയിൽ നിങ്ങൾ തന്നെയാണ് മണ്ണ് വാരിയിട്ടത്, അല്ലാതെ ഞങ്ങളല്ല. മനസ്സിലായോ? അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഓടി നടന്ന് മറ്റേ റിയാക്ഷൻ ചാനൽസ് അടിച്ചു കളയാൻ നടക്കുക. ഒരു പരിധിയിൽ കൂടുതൽ ഒരുപാട് ചാനൽസിന് നിങ്ങൾ പഴി കൊടുത്തോണ്ടിരിക്കുക. വെറും വൃത്തികെട്ട പരിപാടിയാണ് നിങ്ങളാ കാണിക്കുന്നത്. ഒരു നിമിഷം ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഭാഗത്താണോ തെറ്റാതോ ഞങ്ങളുടെ ഭാഗത്താണോ തെറ്റെന്ന്. നിങ്ങൾ കാണിച്ച മണ്ടത്തരം, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച ഒരു കാശ് മറ്റേ റീച്ച് മോഹിച്ച് വൃത്തികേടുകൾ കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പറ്റും ചേട്ടാ. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല. നമ്മൾ റീച്ചിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് നമുക്ക് കുത്തായിട്ട് തന്നെ വരും. അങ്ങനെ കുത്തായിട്ട് വരുമ്പം അറിഞ്ഞില്ല, അബദ്ധം പറ്റി എന്നൊരൊറ്റ വാക്കി തീർക്കാവുന്നേ ഉള്ളൂ. അതിന് പകരം ഓടി നടന്ന് എല്ലാവർക്കും ഈ സ്ട്രൈക്ക് അടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അത്ര നല്ലൊരു പരിപാടിയല്ല. ഇതേപ്പറ്റി എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ജനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരും ഇത് അറിഞ്ഞിരിക്കാൻ ചാൻസ് ഇല്ല, നിങ്ങൾ എല്ലാവരും അറിഞ്ഞോളൂ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സത്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കണ്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അടിച്ചിരുത്താൻ വേണ്ടി ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിയിൽ കൂടുതൽ ചില റിയാക്ഷൻ വീഡിയോസിൽ നമുക്കും ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയാൻ പറ്റാത്തതും മിഴുങ്ങിക്കളയുന്നതും. കാരണം ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മളെ മറ്റേ ഇല്ലാതാക്കി കളയുക. എന്തിനാ അത് കാണിക്കുന്നത്? സത്യം വിളിച്ചു പറഞ്ഞതിനോ? എന്താണെങ്കിലും എനിക്ക് എന്റെ വ്യൂവേഴ്സിനോട് ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിനെ സംബന്ധമായിട്ടൊരു വീഡിയോ ഇടുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ആ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ബാക്കിയായിട്ട് കുറച്ച് പോർഷൻസ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും കൂടെ ഞാൻ വെച്ചേക്കാം. ഇല്ലെങ്കിൽ ഞാനത് വെക്കില്ല. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യും. കാരണം ഇതൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം കുറേ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, റിയാക്ഷൻ ചാനൽസ് എന്തോ ക്രൂരതകളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഒന്നുമല്ല. അത്യാവശ്യം ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് സത്യാവസ്ഥകൾ പുറത്തേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ചാനൽ ഇങ്ങനെ വന്നിരുന്ന് കാണിച്ച പരിപാടികൾ നിങ്ങൾ ആരെങ്കിലും അറിയുമോ? പ്രവീണും പ്രണവും എന്തായാലും ഈ ഒരു വിഷയം വന്ന് പറയത്തില്ല. അവർ ഇതിനകത്തോട്ട് ആവശ്യമില്ലാതെ ഇടപെടത്തില്ല. അവര് ഈ ഒരു ചാനലിനെതിരെയോ അല്ലെങ്കിൽ ഈ ചാനലിൽ വന്നിരുന്ന് ഇവരെ വിളിച്ച സ്ത്രീക്കെതിരെയോ ഒക്കെ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവർ അങ്ങനെ തന്നെ പോകുന്നുണ്ട് ലീഗലി. പക്ഷെ ജനങ്ങൾ അപ്പോഴും എന്ത് വിചാരിക്കും? ജനങ്ങൾ അറിയില്ലായിരുന്നു റിയാക്ഷൻ ചാനൽസ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാര്യം. അതുകൊണ്ട് തന്നെ ചുമ്മാ നമ്മളെ എല്ലാവരും തെറി പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക, സത്യാവസ്ഥകൾ നമ്മൾ വഴിയും പുറത്തു വരുന്നുണ്ട്. ഇത്ര എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഇത് ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഈ ഒരു ചാനലിലൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.